വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു തആല നമ്മോട് പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, എന്താർത്ഥം? നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എൻ്റെ ഇബാദത്തിൽ നിന്നും അഹങ്കരിച്ചു കളയുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി അവരെവിടെ പ്രവേശിക്കും? നരകാഗ്നിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആണ് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഈ ആയത്തിൽ ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ഒരു മനുഷ്യൻ റബ്ബിനോട് അവനിഷ്ടമുള്ളതെന്തും പടച്ച റബ്ബിനോട് അവന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തത് ദുആ ഇബാദത്താണ് എന്ന് പഠിപ്പിക്കുന്നു. കാരണം ആദ്യം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകൾ ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിക്കുന്നവരാണ് എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ അവിടെ ദുആ എന്തായി? ഇബാദത്താണ് എന്ന് ഈ വചനത്തിൽ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടു. മാത്രമല്ല ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ സത്ത തന്നെയും ദുആയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.